KSEBയുടെ നിലപാട് കേബിൾ TV മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പ്രവീൺ മോഹൻ പലതവണ ചർച്ച നടത്തിയിട്ടും അനുകൂല സമീപനം ഉണ്ടായില്ലെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. COAയുടെ മലപ്പുറം ജില്ലാ സോണൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സോണൽ കൺവെൻഷൻ തിരൂർ BP അങ്ങാടി മെഹക് കോൺഫറൻസ് ഹാളിൽ നടന്നു. കൺവെൻഷന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ പതാക ഉയർത്തി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ധിക്കാരപരമായ സമീപനമാണ് KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. KSEB MDയുമായി പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തരത്തിലും അനുകൂല സമീപനം സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് KSEB. ഇത് കേബിൾ TV മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. KSEB അനുകൂല സമീപനം സ്വീകരിക്കാത്ത പക്ഷം സംഘടന ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അവസാനം പുതിയ CMD ബിജു പ്രഭാകറുമായി സംസാരിച്ച ആളാണ് ഞാൻ. അദ്ദേഹം മുഖത്ത് നോക്കി വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഒരാവശ്യവും അംഗീകരിക്കാൻ ഞാൻ ഈ കസേരയിലുള്ളിടത്തോളം കാലം തയ്യാറാവില്ല. അദ്ദേഹം അതിന് കാരണവും പറഞ്ഞു. കാരണം അനുദിനം നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥാപനമാണ് KSEB. അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയിൽ വരുമാനക്കുറവ് വരുത്തുന്ന ഒരു തീരുമാനത്തിനും ഇതിന്റെ CMD എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്തുണയ്ക്കില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുകൂല തീരുമാനം വന്നാൽ തന്നെ ഞാൻ അതിനെ എതിർക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിയമപരമായി പോകുന്നുണ്ട്, നിങ്ങൾ നിയമപരമായിട്ട് പൊക്കോ, ഞാൻ അതിന് മുകളിൽ പോകും. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇനി ഒരേ ഒരു ചർച്ച മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. COA ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M അബൂബക്കർ സിദ്ദിഖ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C സുരേഷ് കുമാർ, P രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K സാജിദ് ജില്ലാ റിപ്പോർട്ടും ട്രഷറർ V മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ പൊന്നാനി മേഖലാ കമ്മിറ്റിയെയും ക്ലസ്റ്റർ സംവിധാനത്തിന് ചുക്കാൻ പിടിച്ച MK സുരേഷിനെയും ക്ലസ്റ്റർ സംവിധാനത്തിന് തുടക്കമിട്ട തിരൂരിലെ ഷഹന സലീമിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ പുത്തൻപള്ളി വീഡിയോണിക് കേബിൾ നെറ്റ്വർക്ക് മുസ്തഫ വിക്കും തവനൂർ KKS നെറ്റ്വർക്ക് രത്നാരാജനും ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. കേരള സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പും ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരവും നേടിയ എടപ്പാൾ സ്വദേശിനി കലാമണ്ഡലം നയന നാരായണനെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം കൺവീനർ C അബ്ദുൾ മജീദ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് PP അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.